യാത്ര എന്താണെന്നും യാത്ര എങ്ങനെ ആചരിക്കണമെന്നും അത് എങ്ങനെ ആസ്വദിക്കണമെന്നും അറിയുന്നവരാണ്. ഇന്നത്തെ തലമുറ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 25 വർഷം മുമ്പൊക്കെ നമ്മളൊക്കെ കരിയറിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ലേ? ആദ്യത്തെ വർഷ ശമ്പളം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ അവൻ കണക്ക് കൂട്ടുന്നത് എവിടേക്ക് യാത്ര ചെയ്യണമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അതാണ് ആ വ്യത്യാസം. അപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാകുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴാണ് തുടങ്ങിയെങ്കിലും ലോകത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെയ്തു തുടങ്ങിയിരുന്നു. നിങ്ങൾ ഹുയാങ്സാങ് എന്നും പാഹിയ എന്നും ഇബിൻ ബത്തൂത്ത എന്നും മാർക്കോ പോളോ എന്നും കൊളംബസ് എന്നും ഒക്കെ കേൾക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഒരു ഗതാഗത സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത്, കാറ്റിൻ്റെ ശക്തി കൊണ്ട് മാത്രം കപ്പൽ ഓടിയിരുന്ന ഒരു കാലത്ത്, കിഴക്കോട്ട് കാറ്റടിച്ചാൽ കിഴക്ക് കപ്പലെത്തുകയും പടിഞ്ഞാറോട്ട് കാറ്റടിച്ചാൽ പടിഞ്ഞാറ് കപ്പലെത്തുകയും ചെയ്യുന്ന 10,000 കിലോമീറ്റർ അനന്തമായ കടലിലൂടെ യാത്ര ചെയ്ത് എത്തിയ സാഹസികരായ സഞ്ചാരികളാണ്. അവരെ മുന്നോട്ട് നയിച്ചത് ഇതിനപ്പുറം എന്തെന്നറിയാനുള്ള കൗതുകമാണ്, അവിടെ എന്ത് കിട്ടുമെന്നറിയാനുള്ള ആകാംക്ഷയാണ്. ആ ആകാംക്ഷയോടെ നമ്മുടെ ഈ ചെറുപ്പക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ കേരളത്തിൻ്റെ ഭാവി മാറും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവരൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരൊന്ന് തീരുമാനിക്കുന്നുണ്ട്, ഇപ്പോൾ എന്നാൽ പിന്നെ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ആ പോയ സ്ഥലത്ത് തന്നെ സ്ഥിരതാമസമാക്കി കളയാമെന്ന് വിചാരിച്ച് പഠനത്തിൻ്റെ പേര് പറഞ്ഞിപ്പം നമ്മുടെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ യാത്രയുടെ ഒരു അപകടം. ലോകം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇനി നടന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടെന്നും ഇവിടെ പ്രതിഷേധ സമരം നടത്തേണ്ടെന്നും ഉള്ള നേരത്തെ നാട് വിടുന്നതാണ് ബുദ്ധിയെന്നും ഇവർ തിരിച്ചറിഞ്ഞു പോയി. അതൊരു വലിയ കുഴപ്പമാണ്. ഇപ്പോൾ ഇത്രയും പാക്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് എന്നും മനുഷ്യന് പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു. യാത്രാ വിവരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സഞ്ചാര സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ടെലിവിഷനിലൂടെയും അല്ലാതെയും ഒക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ഒരാൾ ഇത്രയും വലിയൊരു റീച്ച് ഉണ്ടാക്കിയത് സന്തോഷ് ജോർജ് കുളങ്ങരയെ കേൾക്കാനാണ് ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഈ താങ്കൾ പ്രോഗ്രാംസ് ഉണ്ടാക്കി തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ആ വിദേശ രാജ്യത്ത് എന്ത് ഗംഭീരമാണ് കാഴ്ചകൾ, എത്ര വലിയ സൗകര്യങ്ങളാണ്, ഇത് നമ്മൾ വന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബഡായി പറച്ചിലാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നതും ഇപ്പോൾ സഞ്ചാരിയുടെ ഡയറി കുറിപ്പാണെങ്കിലും മൊത്തത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് ജനങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലും ഈ ബഡായി പറച്ചിലിനും ഇടയ്ക്കുള്ളത് വളരെ തിന്നായിട്ടൊരു ലൈനാണ്. ഇതെങ്ങനെയാണ് ഈ ബാലൻസിങ് നടക്കുന്നത്? ഇപ്പോൾ ബഡായി പറച്ചിലാണെന്ന് തോന്നിയിരുന്നെങ്കിൽ എന്നേ സന്തോഷ് ജോർജ് കുളങ്ങര ആളുകൾ അടിച്ച് പുറത്ത് കളഞ്ഞേനെ. അപ്പോൾ ഇപ്പോഴും റെലവൻ്റ് ആയിട്ട് ഇപ്പോഴും ആളുകൾക്ക് പ്രിയപ്പെട്ടതായി നിൽക്കണമെങ്കിൽ, പ്രിയപ്പെട്ട ഒരാളായി തുടരണമെങ്കിൽ ഈ പറയുന്ന ഒരു തിൻ ലൈൻ ഭേദിക്കാതെ ആ ഒരു ബാലൻസ് താങ്കൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? 2 കാര്യങ്ങളുണ്ടായാൽ മതി. ഒന്ന്, നിങ്ങൾക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത് സത്യസന്ധമായ കാര്യം തന്നെ ആയിരിക്കണം. അതിൻ്റെ കാരണം, ഞാനീ പോയ നാടുകളിലെല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ മലയാളികൾ ജീവിക്കുന്നുണ്ട്. അവർ ഈ പരിപാടി ടെലിവിഷനിലൂടെയോ സോഷ്യൽ മീഡിയയിലോ കാണുന്നുണ്ട്. അവർ നാളെ എന്നെ വിമർശിക്കുന്ന ആളുകളായിരിക്കും. അവരിൽ ഒരാൾ പ്രതികരിച്ചാൽ മതി, ഇയാൾ ഈ പറഞ്ഞതൊന്നുമല്ല ഈ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് പൊളിയും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ പോകുന്ന നാട്ടിലെ സത്യസന്ധമായ, ആത്മാർത്ഥമായ, പഠിച്ച വിവരണങ്ങൾ, ഇപ്പോൾ പല നാടുകളിലും മലയാളികൾ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പോലും അറിയാത്ത ചരിത്രം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെയാണ് നമ്മൾ സഞ്ചാരത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്നെ ആ ബഡായിക്കാരൻ എന്ന ലേബലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എൻ്റെ ക്യാമറയാണ്. ഞാൻ പറയുന്ന സർവ്വതും ദൃശ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ് കാണിച്ചിട്ടുള്ളത്. സഞ്ചാരത്തിൽ ദൃശ്യം കാണിച്ചിട്ട് അതിൻ്റെ വിവരണം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 10-15 വർഷം സന്തോഷ് ജോർജ് കുളങ്ങര ആരും കണ്ടിട്ട് പോലുമില്ല. ഒരു ശബ്ദത്തിലൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. സഞ്ചാരത്തെ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ മാത്രവും അനീഷ് പുൻ എന്ന് പറയുന്ന മറ്റൊരാളുടെ ശബ്ദത്തിലുമാണ് സഞ്ചാരം കേട്ടത്. പിന്നീട് ആ ദൃശ്യത്തിന്, ആ സഞ്ചാരത്തിന് ക്രെഡിബിലിറ്റി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഈ അനുഭവങ്ങൾ പറയുമ്പോഴും ഇതേ ക്രെഡിബിലിറ്റി, ആ വിശ്വാസ്യത നിലനിർത്താൻ ഞാൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഒരു വാക്ക് പോലും, ഒരു കാര്യം പോലും അതിശയോക്തി വരരുത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അത് സത്യമാണോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല. കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ വിവരങ്ങളെല്ലാം കിട്ടും. ധാരാളം മലയാളി ഈ നാടുകളിലെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നത് പോലെ ആവരുത് സഞ്ചാരത്തിന് ചിത്രീകരിക്കാൻ പോകുന്നതാണ് എൻ്റെ അർത്ഥം.
ആ വിമർശനത്തെ ആ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളുന്നു. എന്തായാലും മാധ്യമ രംഗത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിമർശനങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണേണ്ടത് തന്നെയാണ്. ആ വിമർശനത്തെ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ അതെ അഭിപ്രായക്കാരാണ്. അതെ അല്ല, ഞങ്ങൾ ന്യൂസ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ന്യൂസ് വിട്ട് എൻ്റെ കൂടെ കൂടേണ്ട സമയം കഴിഞ്ഞു. അത് താങ്കൾ നേരത്തെ റിട്ടയർഡ് ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സമയത്തുമ്പോൾ ഞാനും അത് ആലോചിക്കും.